ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പ്രീമിയറിൻ്റെ അകത്ത് ഡിഫറൻറ്റ് ഫ്രെയിം റേറ്റിലുള്ള വീഡിയോ വെച്ച് എഡിറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 24 FPS, 60 FPS, 30 FPS, ഇപ്പം ഡിഫറൻറ്റ് ഫ്രെയിം റേറ്റാണ്. ഈ വീഡിയോസൊക്കെ എങ്ങനെയാണ് ഒരു ടൈം ലൈനിൽ ഇട്ടാണ് എഡിറ്റ് ചെയ്യുന്നതെന്നാണ്. ഇപ്പോൾ എന്തിനാണ് നമ്മൾ ഡിഫറൻറ്റ് ഫ്രെയിം റേറ്റ് വീഡിയോ എടുക്കുന്നത്? ഇപ്പോൾ നമുക്കാണെങ്കിൽ ഒരു നോർമൽ സിനിമാറ്റിക് വീഡിയോ വേണം, ഒരു മോഷൻ ബ്ലറൊക്കെ ഉള്ളൊരു വീഡിയോ വേണമെങ്കിൽ നമുക്കാണെങ്കിൽ 24 FPS എടുത്താൽ മതി. ഇപ്പോൾ ഇതിന് അത്യാവശ്യം മോഷൻ ബ്ലറൊക്കെ കാണും, അത്യാവശ്യം സിനിമാറ്റിക് ലുക്കും കാണുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ലിപ്പ് സിങ്കൊക്കെ ഉണ്ടെങ്കിൽ 24 FPS എടുത്താൽ മതി. പിന്നീട് നമുക്ക് സ്ലോ മോഷൻ ഒന്നും ആക്കേണ്ടി വരത്തില്ല. പക്ഷെ നമുക്ക് സ്ലോ മോഷൻ ആക്കണം, ചെറിയൊരു സ്മൂത്ത്നെസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 30 FPS എടുക്കാം. അല്ല നമുക്ക് കുറച്ചുകൂടെ സ്മൂത്ത്നെസ് വേണം, കുറച്ചുകൂടെ നല്ല സ്ലോ മോഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 60 FPS എടുക്കാം. അത് നമ്മൾ 24 FPS പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല സ്ലോ മോഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ നോക്കാം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് 24 FPSൻ്റെ. അപ്പോൾ സീക്വൻസ് ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് ഞാനാണെങ്കിൽ ഒരു 60 FPSൻ്റെ വീഡിയോ ഇടാൻ പോവാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഡ്രാഗ് ചെയ്തിട്ടപ്പം ഒരു വാണിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ സീക്വൻസിൻ്റെ സെറ്റിങ്ങുമായിട്ട് വീഡിയോയുടെ സെറ്റിംഗ് മാച്ച് ആവുന്നില്ല എന്നാണ്, FPS മാച്ച് ആവുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് സീക്വൻസിൻ്റെ സെറ്റിംഗ് മാറ്റാം, അല്ലെങ്കിൽ വീഡിയോയുടെ സെറ്റിംഗ് മാറ്റാം. വീഡിയോ 24 FPSലോട്ട് കൺവേർട്ട് ആവുന്നതാണ്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കീപ്പ് എക്സിസ്റ്റിംഗ് സെറ്റിങ്സ് കൊടുക്കാൻ പോവാണ്. സീക്വൻസിൻ്റെ സെറ്റിംഗ് മാറ്റുന്നില്ല, കീപ്പ് തന്നെ കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ 60 FPSലുള്ള വീഡിയോ 24 FPSലോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വീഡിയോയുടെ സൈസ് ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ സീക്വൻസിൻ്റെ റെസൊല്യൂഷൻ കൂടുതലായിരുന്നു, വീഡിയോയുടെ റെസൊല്യൂഷൻ കുറവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇപ്പോൾ നമുക്കാണ് എഫക്റ്റ് കൺട്രോൾ പാനലിനകത്ത് ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്കാണ് സൂം ചെയ്ത് വെക്കാം, ഇച്ചിരി സ്കെയിൽ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഞാനാണ് ഇത് സ്കെയിൽ ചെയ്ത് ഇച്ചിരി ഫിറ്റാക്കി വെക്കുവാണ്. ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാൻ നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും 60 FPSലുള്ള വീഡിയോ 24 FPSലാണ് പ്ലേ ആവുന്നത്. ചെറിയൊരു ജിറ്ററൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്, പക്ഷേ നല്ല സ്മൂത്തൊന്നും അല്ല. ഇപ്പോൾ 24 FPSലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. അതായത് ഒരു സെക്കൻഡിൽ 60 പ്ലേ ആയിക്കൊണ്ടിരുന്നത് ഇപ്പം 24 ഫ്രെയിമേ പ്ലേ ആവുന്നുള്ളൂ. അതായത് ഒരുപാട് ഫ്രെയിം കട്ടായിപ്പോയിട്ടുണ്ട്. 36 ഫ്രെയിമോളം ഇതിൻ്റെ അത് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോയിട്ടുണ്ട്. ഇപ്പം തന്നെ പ്രീമിയർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ജിറ്ററൊക്കെ കാണും. അത്ര സ്മൂത്തൊന്നും ആയിരിക്കത്തില്ല ഈ വീഡിയോ. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. ഇപ്പോൾ ഞാൻ തൽക്കാലം അങ്ങ് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാനാണെങ്കിൽ ഒരു 24 FPS ഉള്ള വീഡിയോ എടുത്തിടാൻ പോവാണ്. ഇട്ടിട്ടുണ്ട്. പിന്നെ അത് പ്രത്യേകിച്ച് വാണിംഗ് ഒന്നും വന്നില്ല. എന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ അത്ര കുഴപ്പമൊന്നുമില്ലാതെ ഈ വീഡിയോ പ്ലേ ആവുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം 24 FPS ഉള്ള ടൈമിൽ 24 FPS ഉള്ള വീഡിയോ ആണ് ഇട്ടത്. ഇപ്പോൾ കറക്റ്റ് 24 ഇവിടെ കാണിക്കുന്നത് 23.976 ആണ്. അത് കുഴപ്പമൊന്നുമില്ല. 23.87 ആണ് സ്റ്റാൻഡേർഡ് ഫ്രെയിം റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇനി വേറൊരു ഫ്രെയിം ഇട്ട് നോക്കാം. നമുക്കാണ് 30 FPSൻ്റെ ഒരു വീഡിയോ ഇട്ട് നോക്കാം. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതൊന്ന് സ്കെയിൽ ചെയ്യാനുണ്ട്. നമുക്കാണെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം 30 FPSൻ്റെ വീഡിയോ ആണ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൺവേർട്ട് ആയിട്ടുണ്ട്, 24 FPSലോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ചെറിയ സ്മൂത്ത്നെസ് മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് ഫ്രെയിം കട്ടായിപ്പോയിട്ടുണ്ട്. ഒരു സെക്കൻഡ് 24 ഫ്രെയിം മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. അതായത് ഒരു 6 ഫ്രെയിമോളം ഇതിൻ്റെ അകത്ത് കട്ടായിപ്പോയിട്ടുണ്ട്. പ്രീമിയർ പ്രോ തന്നെ ഓട്ടോമാറ്റിക് കട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ചെറിയൊരു ജിറ്ററൊക്കെ ഉണ്ട് ഈ വീഡിയോയ്ക്ക്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്. ഇപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 60 സാധനം നമുക്ക് സ്ലോ മോഷൻ പ്ലേ ചെയ്യാനായിരിക്കും. അപ്പോൾ നമുക്ക് സ്ലോ മോഷന് വേണം അത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് 24 ആദ്യം ആക്കണം, അതിനുശേഷം ഇതിൻ്റെ അകത്തോട്ട് ഇടണം. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ റൈറ്റ് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ 60 FPSൻ്റെ വീഡിയോ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാം 24 ആക്കാം. 23.976 ആണ് ഞാൻ ആക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാനാണെങ്കിൽ ഷിഫ്റ്റ് ആദ്യം ഇത് സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്തിട്ട് ഏറ്റവും മുകളിലത്തെ വീഡിയോ സെലക്ട് ചെയ്യുന്നു. എല്ലാം സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അത് മോഡിഫൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇതെടുക്കുന്നു. ഇതിൻ്റെ അകത്ത് ഇൻ്റർപ്രറ്റ് ഫൂട്ടേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കാണ് ഫ്രെയിം റേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. നമുക്കാണെങ്കിൽ അത് ചോദിക്കുന്നുണ്ട്. ഒന്നാമത് യൂസ് ഫ്രെയിം റേറ്റ് ഫ്രം ഫയൽ. ഈ ഫയലിൻ്റെ ഫ്രെയിം റേറ്റ് എന്താണോ അത് തന്നെ വേണമെന്നാണ് ചോദിക്കുന്നത്. അതല്ല നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമുക്കാണെങ്കിൽ ഫ്രെയിം റേറ്റ് മാറ്റാം. അസ്യൂം ദിസ് ഫ്രെയിം റേറ്റ് ആർ 23.976 ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. 23.976 ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 60 FPSലുള്ള വീഡിയോ 23.976 FPSലുള്ള വീഡിയോ ആയിട്ടങ്ങ് കൺവേർട്ട് ആവുകയല്ല ചെയ്യുന്നത്. നമ്മൾ നേരത്തെ സീക്വൻസിലിട്ടപ്പോൾ കൺവേർട്ട് ആവുകയാണ് ചെയ്തത്. അങ്ങനെ വിടുമ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫ്രെയിം കട്ടായി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയല്ല ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് അസ്യൂം ചെയ്യുകയാണ് 23.976 ഫ്രെയിം ഉള്ളതായിട്ട് അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 60 ഫ്രെയിം ഇതിനകത്ത് പ്ലേ ആവും. പക്ഷേ ഒരു സെക്കൻഡ് 23.976 ഫ്രെയിം മാത്രമേ പ്ലേ ആവത്തുള്ളൂ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് 24 ഫ്രെയിമായിട്ട് പറയാം. അതായത് 60 ഫ്രെയിമിലുള്ള വീഡിയോ ഇവിടെ നമ്മുടെ സീക്വൻസ് ഇടുന്ന സമയത്ത് 24 ഫ്രെയിമായിട്ടേ പ്ലേ ആവത്തുള്ളൂ. അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഞാനാണെങ്കിൽ ഓക്കെ എടുക്കാൻ പോവാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഫ്രെയിം റേറ്റ് എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഫ്രെയിം റേറ്റ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ 60 FPSലുള്ള വീഡിയോ 23.976 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിടാം. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും വീഡിയോയുടെ സൈസ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇതിനകത്ത് ഒന്നുമില്ല, കീപ്പ് സെറ്റിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കത് ചെറുതായിട്ട് സ്കെയിൽ ചെയ്ത് നോക്കാം. സെലക്ട് ചെയ്യുന്നു, സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് നല്ല സ്ലോ മോഷന് ഈ വീഡിയോ പ്ലേ ആവുന്നത് കാണാൻ പറ്റും. ഫ്രെയിം ഒന്നും ഡ്രോപ്പ് ഒന്നും ആവത്തില്ല. അപ്പോൾ നമുക്കാണെങ്കിൽ ഇതേപോലെ ഏത് വീഡിയോ വേണമെങ്കിലും നമുക്കാണെങ്കിൽ ഇതുപോലെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കാണെങ്കിൽ ഇങ്ങനെ വീഡിയോ മോഡിഫൈ ചെയ്യാതെയും നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാൽക്കുലേഷൻ ആണ്. നമുക്കാണെങ്കിൽ ഇതങ്ങ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ 60 FPS ആയിരുന്നു. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, മോഡിഫൈ എടുക്കുന്നു, എന്നിട്ടാണ് ഇൻ്റർപ്രറ്റ് ഫുട്ടേജ് എടുക്കുന്നു. എന്നിട്ട് ഞാനാണെങ്കിൽ ഇത് 60 FPS തന്നെ ആക്കാൻ പോകണം. അതിനായിട്ട് യൂസ് ഫ്രെയിം റേറ്റ് ഫ്രം ഫയൽ കൊടുക്കാൻ പോവാണ്. ഓക്കെ കൊടുക്കാൻ പോവാണ്. ഇത് 60 FPS മാറിയിട്ടുണ്ട്. ഇനി ഞാനാണ് ഈ ഒരു വീഡിയോ നമ്മുടെ ടൈം ലൈനിലോട്ട് ഡ്രാഗ് ചെയ്തിടാൻ പോവാണ്. ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനാണ് കീപ്പ് കൊടുക്കാൻ പോവാണ്. കീപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഇത് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാനാണ് ഇതിൻ്റെ അത് സ്പീഡ് ഫോർ ഡ്യൂറേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്, ഇത് കൊടുക്കാൻ പോവാണ്. കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഇവിടെ സ്പീഡ് കുറച്ചിടാൻ പറ്റുന്നതാണ്. ഇതൊരു 40% കൊടുക്കുക. ഇപ്പോൾ 60 FPS വീഡിയോ ആണെങ്കിൽ നമുക്കൊരു 40% കൊടുത്തു കഴിഞ്ഞാൽ അതൊരു 24 FPS പ്ലേ ആവുന്നതായിരിക്കും. അങ്ങനെ നമുക്കാണെങ്കിൽ ഇത് സ്ലോ ആക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നേരത്തെ തൊട്ട് ഇത് വലുതായിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം സ്മൂത്തായിട്ട് ഇത് പ്ലേ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഇതിനെക്കാട്ടി ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡ് തന്നെയാണ്. ഇതേപോലെ നമുക്കാണെങ്കിൽ 30 FPS വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് 30 FPS ആയിരുന്നു. 30 FPS കൺവേർട്ട് ചെയ്യാൻ പോവാണ്. തിരിച്ച് പഴയ പോലെ ആക്കാൻ പോവാണ്. ക്ലിക്ക് ചെയ്യുന്നു, മോഡിഫൈ എടുക്കുന്നു, ഇൻ്റർപ്രറ്റ് ഫുട്ടേജ് കൊടുക്കുന്നു, എന്നിട്ടാണ് ഇത് സെലക്ട് ചെയ്യുന്നു. ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ഇത് 30 FPS ആയിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഇത് ടൈം ലൈനിൽ ഇടാം. എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഇത് നമുക്കാണെങ്കിൽ സ്ലോ മോഷൻ ആക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മളാണ് സ്പീഡ് ഓർ ഡ്യൂറേഷൻ കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നമ്മളാണ് ഇത് ഒരു 80 കൊടുക്കാൻ പോവാണ്. 80 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനാണ് ഓക്കെ കൊടുക്കാൻ പോവാണ്. ഓക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും വലുതായിട്ടുണ്ട്, നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതും അത്യാവശ്യം സ്മൂത്തായിട്ട് പ്ലേ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്ലോ മോഷനിൽ തന്നെ പ്ലേ ചെയ്യിക്കാൻ പറ്റുന്നതാണ്. ഇതാണൊരു ഗുണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മൾ ഈ കാൽക്കുലേഷൻ കറക്റ്റ് അറിഞ്ഞിരിക്കണം. അതായത് 60 FPS ആണെങ്കിൽ നമ്മളൊരു 40% ആക്കണം. 30 FPS ആണെങ്കിൽ നമ്മളാണെങ്കിൽ ഒരു 80% ആക്കണം. ഒരു 120 ആണെങ്കിൽ ഒരു 20% ആക്കിയാൽ മതി. അങ്ങനെ ആക്കുന്ന സമയത്ത് 24 FPS മാറിക്കോളും. ഇതിനെക്കാട്ടി എന്തുകൊണ്ട് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലോറ്റ് വിൻഡോയ്ക്കകത്ത് തന്നെ നമ്മൾ ഇതെല്ലാം സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് മോഡിഫൈ ചെയ്യുന്നതായിരിക്കും.